വെൽക്കം ടു എജുബോർഡ് ഫാമിലി. എടാ, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഫോമാറ്റ് ആണ് അല്ലേ. അപ്പോൾ നോട്ടീസിന്റെ ഒരു കോമൺ ഫോമാറ്റ് നമുക്ക് പഠിച്ചാലോ? നോട്ടീസ് എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു ബോക്സ് വരയ്ക്കുക എന്നുള്ളത്. കറക്റ്റ് ലേ ഔട്ടിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ടീസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സമയത്ത് നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ ചില സമയത്ത് നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടി ചോദിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ചോദിക്കാറില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് എഴുതണം. സോ നോട്ടീസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓഫീസ് ഇഷ്യൂയിങ് ദ നോട്ടീസ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണോ ആ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ പേരാണ് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് അല്ലേ. സോ ABC സ്കൂളിനോ XYZ സ്കൂളിനോ, ഇനി നിങ്ങളുടെ പേര്, സ്കൂളിന്റെ പേര് വേണമെങ്കിൽ എഴുതിച്ചോളും, എന്നാലും കുഴപ്പമില്ല, സ്കൂളിന്റെ പേര് എഴുതാം. എന്നിട്ട് നോട്ടീസിന് ഹെഡിങ് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കാം. നിങ്ങൾ എന്നാണോ എക്സാം എഴുതുന്നത് അന്നാണ് നമ്മൾ നോട്ടീസ് അച്ചടിക്കുന്നത്. സോ ആ ഒരു ഡേറ്റ് നിങ്ങൾ കൊടുക്കാം. ഈ ഹെഡിങ് ഓർ സബ്ജക്റ്റ് ആയിട്ട് എന്താണോ നമ്മുടെ പ്രോഗ്രാം, എന്തിനെ പറ്റിയിട്ടാണോ ആ ഒരു പരിപാടി ഉള്ളത്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെഡിങ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം മേ ബി എന്തെങ്കിലും പ്ലേ സ്റ്റേജ് ചെയ്യുന്നതാവാം, സ്റ്റേജിങ് ഓഫ് ഈ പ്ലേ മേച്ചൻ ഓഫ് വെനീസിനോ എന്തെങ്കിലും പ്ലേന്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ വല്ല ആനുവൽ ഡേ സെലിബ്രേഷനോ ആനിവേഴ്സറി ഒക്കെ ആയിരിക്കാം. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഇനി ബോഡി പാരഗ്രാഫിൽ നിങ്ങൾ വാട്ട്, എന്താണ്, വെൻ, എപ്പോഴാണ്, വേർ, എവിടെയാണ്, ആരാണ്, ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, എവിടെയാണ് പരിപാടി നടക്കുന്നത്, എപ്പോഴാണ്, എന്താണ് പരിപാടി, ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ആൻഡ് അത് നിങ്ങൾക്ക് എങ്ങനെയും എഴുതാം. ഡേറ്റ് എന്ന് പറഞ്ഞ് 2 കുത്തിട കോളൻ ഇട്ടിട്ട് ഡേറ്റ് എഴുതാം. വെന്യൂ എന്ന് പറഞ്ഞ് അല്ലെ, VENUE എന്നാണ് കേട്ടോ. വെന്യൂ എന്ന് പറഞ്ഞ് 2 കുത്തിട്ടിട്ട് വെന്യൂ എഴുതാം. ആൻഡ് അതുപോലെ എന്ത് ചെയ്യാം, ടൈം എന്ന് പറഞ്ഞ് 2 കുത്തിട്ടിട്ട് എന്ത് ചെയ്താം, ടൈമും എഴുതാം കേട്ടോ. ഈ ലാസ്റ്റ് വി ആർ ഇൻവൈറ്റിംഗ് യു ഓൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് ബോട്ടം സൈഡിലായിട്ട് നെയിം എഴുതാം. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സെക്രട്ടറി ആണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ് അഡ്വൈസർ ആണോ, ആരാണ് നോട്ടീസ് അച്ചടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ആ ഒരു നോട്ടീസിനെ എങ്ങനെ ബോഡി പാരഗ്രാഫ് എഴുതാം എന്നറിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഫോമാറ്റ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിലുള്ള പരിപാടിക്ക് അനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഇവിടെ ആ ഒരു റെഡ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. സോ ഒരു കോമൺ ഫോമാറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ബോഡി പാരഗ്രാഫ് ആകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ദ ഇവന്റ് അല്ലെങ്കിൽ ഒക്കേഷൻ ഓർ മീറ്റിംഗ്, എന്താണോ പ്രോഗ്രാം അത് ഇവിടെ എഴുതാം. ഇത് ആനുവൽ ഡേ ഹാസ് ബീൻ ഓർഗനൈസ്ഡ് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസ്ഡ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം. സെലിബ്രേറ്റ്, ചിലപ്പോൾ എന്തെങ്കിലും പരിപാടി സെലിബ്രേറ്റ് ചെയ്യാനായിരിക്കും, എന്തെങ്കിലും പ്ലേ സ്റ്റേജ് ചെയ്യാനായിരിക്കും, അതിന്റെ പേർപ്പസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ആയി. ഇനി എന്താണ് അടുത്തത്, ഇറ്റ് വിൽ പ്രൊവൈഡ് ആൻ എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ടു, ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ആണ് അത് നൽകുന്നത്. ചിലപ്പോൾ എന്റർടൈൻമെന്റ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ ആരെങ്കിലും ഓണർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവരെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ലേൺ ചെയ്യാം, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതാം. അപ്പോൾ എന്ത് എഴുതാം, ഇറ്റ് വിൽ പ്രൊവൈഡ് ആൻ എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ടു, സെലിബ്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ സെലിബ്രേറ്റ് എന്ന് എഴുതാം, ലേൺ എന്നാണെങ്കിൽ ലേൺ എന്ന് എഴുതാം. അത് ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റാം. വി ലുക്ക് ഫോർവേഡ് ടു യുവർ വാല്യുബിൾ പ്രസൻസ്, ഇതൊക്കെ എല്ലാത്തിലും എഴുതാം കേട്ടോ. We look forward to your valuable presence and participation, which will surely make the event even more meaningful. ഇത് നിങ്ങൾ ബോഡി പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒക്കേഷന് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാ പറയാ, യു ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു, എന്താണ് ഇവന്റ്, ആ പരിപാടി അവിടെ എഴുതാം. ഷെഡ്യൂൾ ടു ടേക്ക് പ്ലേസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതാം, പരിപാടി നടക്കുന്ന ഡേറ്റ്. അറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം എഴുതാം. സോ ഇത് എഴുതിയില്ലെങ്കിലും വി ആർ കോർഡിയലി ഇൻവൈറ്റിംഗ് യു എന്ന് കൊടുത്താൽ മതി കേട്ടോ. കാരണം നിങ്ങൾ ഡേറ്റ്, വെന്യൂ, പ്ലേസ് എന്ന് പറഞ്ഞ് കുത്തിട്ടിട്ടാണ്, അല്ലെങ്കിൽ ടൈം എന്ന് പറഞ്ഞ് കുത്തിട്ടിട്ടാണ് എഴുതണമെങ്കിൽ വീണ്ടും ഇത് മെൻഷൻ ചെയ്യണം എന്നില്ല, മെൻഷൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ദ ഇവന്റ് വിൽ ബി ഹെൽഡ് അറ്റ്, എവിടെയാണ് പരിപാടി നടക്കുന്നത്, ദ ഇവന്റ് വിൽ ബി ഹെൽഡ് അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്കൂൾ ഹാൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ആൻഡ് വി വുഡ് ബി ഡിലൈറ്റഡ് ബൈ യുവർ പ്രസൻസ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫോമാറ്റ് മിസ് കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ഡേറ്റും ടൈമും പ്ലേസും മാത്രം മാറ്റി കൊടുത്താൽ മതി, പരിപാടിന്റെ പേരും മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ബോഡി പാരഗ്രാഫും മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഫോമാറ്റ് കൂടി മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടീസ് എന്നുള്ള ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെയൊക്കെ നോട്ട് എൻ്റെ മക്കൾക്ക് കിട്ടുന്നതാണ്. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിസ്സിൻ്റെ ഫേവറേറ്റ് ഹാർട്സ് ആയിട്ടുള്ള കുറച്ച് യെല്ലോ ഹാർട്സ് കമൻറ്റ് ചെയ്യുക. ആൻഡ് എജുബേർഡ് ഫാമിലിയുടെ കൂടെ പഠിക്കാം, നിങ്ങൾക്ക് ഡെയിലി ലൈവുകളായിട്ട് തന്നെ ഞങ്ങളുണ്ട്. സോ എല്ലാ ലൈവിലും അറ്റൻഡ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ.